പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം? ഞാൻ എന്തിനാ ഇത് ഇത്ര ശക്തിയോടെ പറയുന്നതിന്റെ കാരണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വെച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നുള്ള എപ്പിസോഡിന്റെ 2ാമത്തെ എപ്പിസോഡാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒത്തിരി നാളുകളായി ഞാൻ ഇങ്ങനെ ഒരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ അപ്പോസ്തലവേഷത്തിന്റെ ഒരു ബേസ് ഒന്ന് പറഞ്ഞ് ഒന്ന് ജനത്തെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ ശ്രമം നടത്തുക. ഇതിനേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ അത്ര ഒന്നും വരത്തില്ല. ഞാനൊരു ചെറിയ തോതിലൊരു അറിവ് നിങ്ങൾക്ക് തരിക. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ പുതിയ നിയമസഭയാണ്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. യഹൂദന്മാർക്ക് വേറെ പ്രമാണം, നമുക്ക് വേറെ പ്രമാണം. ഇത് രണ്ടും കൂടി ഇട്ട് കൂട്ടിക്കുഴച്ച് അവിയല് പരുവത്തിലാക്കി അതുമില്ല ഇതുമില്ല, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിൽ ഇപ്പൊ പോവുക സഭ. നല്ല പ്യൂർ പുതിയ നിയമം പ്രസംഗിക്കുന്നവനെ ദുരുപദേശം എന്ന് വിളിക്കുകയും ചെയ്യും. പുതിയ നിയമം പ്രസംഗിക്കുകയും പഴയ നിയമം പ്രസംഗിക്കുകയും രണ്ടും ചെയ്യണമെന്ന് ശക്തിയോടെ വാദിക്കുന്ന ആളാണ് ഞാൻ. കാരണം പഴയ നിയമം നിഴലല്ലേ, പുതിയ നിയമം പൊരുളല്ലേ. നിഴലും പൊരുളും കൂടി ജനത്തിന് തിരിച്ചു കൊടുക്കണ്ടേ സഹോദര? അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? എബ്രായ ലേഖനം പഠിച്ചു വരുമ്പോൾ പഴയ നിയമം ജഡീക നിയമം, പഴയ നിയമം ജഡീക ശുദ്ധി വരുത്തുന്നു. പുതിയ നിയമം ആത്മാവിന്റെ പ്രമാണം, ഇത് ആത്മാവിന്റെ ശുദ്ധീകരണം. ഇതാരാ മനസ്സിലാക്കുന്നത്? സ്ത്രീയുടെ സന്തതി വരുന്നവരെ ന്യായപ്രമാണത്തിന് നിലനിൽപ്പുണ്ടായിരുന്നു. സ്ത്രീയുടെ സന്തതി വന്നു, ആ സ്ത്രീയുടെ സന്തതിയുടെ പ്രമാണം അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ന്യായപ്രമാണം എന്തായി? അസാധുവായി. അത് ലഭിച്ച പ്രമാണം അവർക്ക് യഹൂദന്മാർക്ക് പ്രമാണം ലഭിച്ചെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ അവർക്ക് അത് അനുസരിക്കണമെന്നൊക്കെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പിതാക്കന്മാർ നിങ്ങൾ പറഞ്ഞു, ആ ഭാഗത്തേക്കും പോകുന്നില്ല. സാക്ഷ്യ കൂടാരവും ന്യായപ്രമാണവും ഒക്കെ 1000 ആണ്ട് വാഴ്ചയെ കൊണ്ടുവരുന്ന വെളിപ്പാട് പുസ്തകം പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ പുതിയ നിയമ പട്ടണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടല്ലോ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും കൊത്തിയിട്ടുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തിന്റെയും അതിന്റെ ഗോപുരങ്ങളുടെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുനൂൽ ഉണ്ടായിരുന്നു, അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതി നീളം സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. 1100 നാഴികകൾ. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴമുണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തത് നീലരത്നം, 3-ാമത്തത് മാണിക്യം, 4-ാമത്തത് മരതകം, 5-ാമത്തത് നാഗവർണി, 6-ാമത്തത് ചുവപ്പുകല്ല്, 7-ാമത്തത് പീതരത്നം, 8-ാമത്തത് ഗോമേതകം, 9-ാമത്തത് പുഷ്യരാഗം, 10-ാമത്തത് വൈഢൂര്യം, 11-ാമത്തത് പത്മരാഗം, 12-ാമത്തത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരവും ആകുന്നു. നഗരത്തെ പ്രകാശിപ്പാൻ സൂര്യന്റെ വെളിച്ചം ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കുകയില്ല. പുതിയ യെരൂശലേമിന്റെ വർണ്ണന എന്റെ ഭാഷയിലൂടെ പറയുകയല്ല, വചനത്തിലൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കും. ഇതിനേക്കാൾ മനോഹരമായ ഒരു പട്ടണ ലോകത്തിലുണ്ടോ സഹോദര? ശ്രീനിവാസൻ സഹോദര, ഉണ്ടോ? എന്ന് പറഞ്ഞ് ഇല്ല, എങ്ങുമില്ല.
പിന്നെ എന്തിനാ ഈ പട്ടണം കാണാനായിട്ട് അവർ പോകുന്നത്? ജഡീകന്മാരാ, ഒരു ജഡത്തെ പോഷിപ്പിക്കുന്നവരാ. സ്വിറ്റ്സർലൻഡ് കാണാൻ പോവുക, ലണ്ടൻ കാണാൻ പോവുക, വിശ്വാസികളാ. യെരുശലേം കാണാൻ പോവുക. ഞാൻ പണ്ട് യെരുശലേം കാണാനായിട്ടൊരു ശ്രമം നടന്നില്ല. നടക്കാത്ത നന്നായി. ഈ പഴയ യെരുശലേമിൽ ചോര വീണോണ്ടിരിക്കുക. അവിടെ ചെന്ന് തിരിച്ചു പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അമ്മമാരെല്ലാം കൂടി വെടിവെച്ച് കൊല്ലും നമ്മളെ. അവർ വെക്കുന്ന വെടി നമ്മുടെ മണ്ടയ്ക്ക് വെക്കും. അല്ല, പുതിയ യെരുശലേമിൽ ധൈര്യമായിട്ട് നമുക്ക് പോകാം. അവിടെ യുദ്ധമില്ല, അവിടെ കോവിഡ് ഇല്ല, അവിടെ പകയില്ല, അവിടെ പിണക്കമില്ല, അവിടെ ദുഷ്ടന്മാരില്ല, അവിടെ ഭീകരന്മാരില്ല, അവിടെ കൊലയാളികളില്ല, അവിടെ 58 വെട്ടുന്നവരില്ല. ഹല്ലേലൂയ. അവിടെ ചോരകുടിയന്മാരില്ല, അവിടെ രക്തദാഹികളില്ല. എന്തിനു വേറെ പറയുന്നു? 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ ഒന്ന് വായിക്കാമല്ലോ. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ. ആ വർഗങ്ങളൊന്നും അവിടെ ഇല്ല. ഞാനത് അങ്ങനെ സവിസ്താരമായിട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതേ ഉള്ളൂ. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാല ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാഗിരികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധന്മാർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഭീഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഈ ഗുണം പിടിക്കാത്തവന്മാർ ആരും അവിടെ ഇല്ല. പിന്നെ സുഖമായിട്ട് ജീവിച്ചൂടെ അവിടെ ദൈവ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ശബ്ദം മാത്രമേ ഉള്ളൂ. ഏദൻ തോട്ടത്തിൽ നിഷ്പാപ യുഗത്തിൽ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവം മനുഷ്യരുമായിട്ട് വന്ന് സംസർഗം ചെയ്തു എന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. അതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് സ്വർഗീയ സന്തോഷത്തിന്റെ തീർപ്പിൽ ദൈവത്തിന് ആരാധിക്കുന്ന ആരാധന സ്തുതിസ്തോത്രങ്ങളുടെ ശബ്ദത്തോടുകൂടി നമുക്ക് അവിടെ ആയിരിക്കാൻ കഴിയും. എത്ര മനോഹരമായൊരു പട്ടണം! കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. ഇപ്പോൾ മരണമെന്ന പ്രതിഭാസത്തെ നമ്മളെല്ലാം ഭയക്കുന്നു. രോഗം വരുമ്പോൾ നമ്മൾ ഭയക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കുന്നു. എന്തിനേറെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോ കാലൊക്കെ വേദന, അവിടെ വേദന, ഇവിടെ വേദന. ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ചൂടുവെള്ളം കായി കുളിക്കണം. പിന്നെ അല്ലാത്ത അസ്വസ്ഥതകളെല്ലാം ഉണ്ട്. ശരീരത്തിലെ ഉപരോഗങ്ങളെല്ലാം ഇഷ്ടംപോലെ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ. ചായ കുടിക്കണം, പിന്നെ അതിന് ബാത്റൂമിൽ പോകണം, പിന്നെ പല്ല് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയാകുമ്പോൾ ചാപ്പാട് കഴിക്കണം, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സ്നേഹിസും കൂട്ടി ഒരു ചായ കുടിക്കണം. അത് ഉണ്ടെങ്കിലേ കുടിക്കാൻ പറ്റില്ലെങ്കിൽ പാത്രം ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ കുടിക്കില്ലെങ്കിൽ ഇല്ലാത്ത. വൈകുന്നേരം ആകുമ്പോൾ ചാപ്പാട് കഴിക്കണം, പിന്നെയും പിറ്റേ ദിവസം എണീക്കണം, പിന്നെ ഇത് തന്നെ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് മനുഷ്യനങ്ങ് മടുത്തു. ഞാനപ്പോൾ ചിന്തിച്ചു, ദൈവമേ, പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതിൽ പ്രത്യക്ഷമായില്ല. 1 യോഹന്നാൻ 3:2. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശു ക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും തിന്നണ്ട, കുടിക്കണ്ട, ഉടുക്കണ്ട. കാരണം തേജസ്സിനാൽ നിറയപ്പെട്ടിരിക്കുക. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് തേജസ്സിന്റെ ശരീരം, തേജസ്സിന്റെ വസ്ത്രം അവന്മേൽ ഉണ്ടായിരുന്നത് പോലെ ദൂതതുല്യരായി ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ട ഒരു വിശുദ്ധന്മാരുടെ ഒരു സംഘമായി, ആണെന്നോ പെട്ടെന്നോ ഇല്ലാതെ എല്ലാം തുല്യരായിട്ട് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകുന്ന ആ മഹത്തരമായ അവസ്ഥ ഒന്ന് കണ്ണടച്ചൊന്ന് കണ്ടു നോക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര സുന്ദരം! ഇപ്പൊ രാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യണം? ഇതിനിടയ്ക്ക് വീട്ടുകാരോട് മല്ലുപിടി, നാട്ടുകാരോട് മല്ലുപിടുത്തം. നമ്മൾ അങ്ങോട്ട് പിടിക്കാല്ല, അവർ നമ്മളോട് മല്ലുപിടിക്കുമ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ജീവിച്ചു പോണ്ടേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതയ്ക്ക് ഒരു അറുതി വരാൻ പോവുക കർത്താവിന്റെ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഓർക്കുന്നുണ്ട്. കണ്ണിമിക്കുന്നതിനിടയിൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കർത്താവ് തരാൻ പോവുക. കണ്ണിമിക്കുന്നതിനിടയിൽ. ഹല്ലേലൂയ. ടിംഗ്ലിംഗ് ആനായി കണ്ണിമിക്കുന്നതിനിടയിൽ
കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ പോവുക. എൻ്റെ ഈ രോഗമുള്ള ശരീരം രോഗമില്ലാത്ത ശരീരമാകും. ഞാൻ അതിനുവേണ്ടിയാണ് ഓടുന്നത്, ഞാൻ അതിനുവേണ്ടിയാണ് പ്രസംഗിക്കുന്നത്, ഞാൻ അതിനുവേണ്ടിയാണ് ക്രിസ്ത്യാനിയായിരിക്കുന്നത്, ഞാൻ അതിനുവേണ്ടിയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അനുഭവിച്ചു. സത്യം പറഞ്ഞ ഞാനും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്നത്തെ ശിഷ്യന്മാർ ഏറെയും സുഖിയന്മാരാണ്. അവർ തിന്നു കുടിച്ച് സുഖിച്ച് കുളച്ച് ജീവിക്കുക. ഞങ്ങളുടെ നാട്ടില് ഒരു പാസ്റ്ററിനെ പ്രസംഗിക്കാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ടോ പാസ്റ്റർ പറഞ്ഞു, നാട്ടുപുറത്തൊരു പാസ്റ്റർ വാൻ പിടിച്ചവനാ, ആള് മാറി കൊണ്ടുവന്നതാ, ഇത് ചെകുത്താനാണെന്ന് പിന്നീട് അറിഞ്ഞത്. പാസ്റ്റർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നല്ലൊരു റൂം ഞാൻ റെഡിയാക്കി അവിടെ പാസ്റ്ററിന് കിടക്കാൻ കിടക്കും. നോ 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 നോ, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലേ കിടക്കത്തുള്ളൂ. അപ്പൊ ഫുഡും അതിൻ്റെ ലെവലിൽ. പിന്നെ ഐ നീഡ് വൈഫൈ, പാവം ചെയ്യാൻ വൈഫൈ വേണമെന്ന്. പിന്നെ എന്തൊക്കെ വേണം ഈ പുള്ളിക്ക്? ഒരു കണക്കിന് പറഞ്ഞു വിട്ടു എന്നാണ് കഥ. ബാംഗ്ലൂരൊക്കെ ഒട്ടുമുക്കാൽ അതുപോലെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിലും വിശുദ്ധന്മാരുണ്ട്. ഞാൻ എല്ലാവരും അടച്ചു പറയാൻ ആരും ചിന്തിക്കില്ലേ. ഇന്ന് ഏറെയും ക്രൂശിന്റെ ശത്രുക്കളാണ് കർത്താവിന്റെ വയൽ പ്രദേശത്തെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ആരാ ക്രൂശിന്റെ ശത്രുക്കൾ? അവിടെ ദൈവം വയറ്, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ള ശത്രു, അവർ ആ ക്രൂശിന്റെ ശത്രുക്കൾ. പഠിച്ചോണം ഫിലിപ്പിയ ലേഖനം 3:16 വാക്യം. ഇപ്പൊ അങ്ങോട്ട് പോകാൻ സമയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം ദൈവം അറുതി വരുത്താൻ പോവുകയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവരാനാം ഒരുമിച്ച് കർത്താവിനെതിരെ ആകാശത്തെ മേഖലയിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഇപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. കർത്താവിന് കിട്ടിയ രൂപാന്തര ശരീരം ദൈവത്വത്തിൽ മാത്രം നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് കർത്താവിനെ പോലുള്ള രൂപാന്തര ശരീരം നമുക്ക് ഭക്ഷിക്കേണ്ട, നമുക്ക് ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമുക്ക് ദൂതതുല്യരായി പറന്ന് നടക്കാം, നമുക്ക് സന്തോഷിച്ച് കർത്താവിനെ ആരാധിച്ച് സ്വർഗീയ സന്തോഷത്തിന്റെ തിമിർപ്പിൽ ദൂതതുല്യരായി ഈ സ്വർഗത്തിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? അത് ആർക്ക് കിട്ടും? ട്രംപിന് അത് കിട്ടുമോ? ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയുന്നുണ്ട്, കിട്ടാനുള്ള ലക്ഷണമൊന്നും പുള്ളിയെ കാണുന്നില്ല. അല്ലല്ലോ. അതിനൊത്തിരി കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ ലോകത്തുള്ള വമ്പന്മാർക്ക് ഇത് കിട്ടുമോ? എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഈ അവസ്ഥ കർത്താവ് തരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. പഴയ നിയമത്തിലൂടെ എനിക്ക് എതിരില്ല, പഴയ നിയമത്തിലൂടെ എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പഴയ നിയമത്തിൽ സ്വർഗത്ത് പോകാനുള്ള വഴികളൊന്നും മോശ നമുക്ക് തന്നിട്ടില്ല. സ്വർഗത്ത് പോകാനുള്ള വഴി തന്നത് മുഴുവൻ അപ്പോസ്തലന്മാരാണ്. യോഹന്നാൻ സ്നാപകനാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ആദ്യത്തെ പ്രസംഗം നടത്തിയത്. നിങ്ങൾക്കറിയാമോ? അത് കഴിഞ്ഞ് കർത്താവ്, അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാര്. പഴയ നിയമത്തിൽ ആരാ പറഞ്ഞിട്ടുള്ളത്? ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃത്തിന് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പലതും തികട്ടി വരിക. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകം നിങ്ങൾ അപഗ്രഥിച്ച് വായിച്ചു പഠിച്ചാൽ ഉൽപ്പത്തി തൊട്ട് മലാഖി വരെ യേശുക്രിസ്തുവിനെ തന്നെയാണ് നിഴലായിട്ട് ഗ്രന്ഥകാരന്മാർ വരച്ചു കാട്ടുന്നത്. എന്നാൽ ശ്രദ്ധിക്ക്, യേശുക്രിസ്തു പറഞ്ഞ ഒരു കഷ്ണം വാക്ക് അവിടെയും കിട്ടത്തില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു പറഞ്ഞതില്ല അവിടെ. അതാണ് എന്റെ വിശേഷം. കർത്താവ് പറഞ്ഞതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? യോഹന്നാൻ 6:63 എടുത്തൊന്ന് വായിച്ചു നോക്കി, പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് കാണാതെ അറിയുന്ന വാക്യം അത്. യോഹന്നാൻ 6:63 എടുത്തൊന്ന് വായിച്ചു നോക്കി. നിങ്ങളൊക്കെ ഇത് കാണാപ്പാടം പഠിക്കണം, അതിനാ ഞാൻ ഇതെടുത്ത് പറയുന്നത്. 6:63 കർത്താവ് പറഞ്ഞ മഹത്വരമായ വാക്യം. ഇന്ന് ആർക്കും അത് വേണ്ട. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ആമേൻ. മാംസം ഒന്നിനും ഉപകരിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു.
മോശ പറഞ്ഞ ന്യായപ്രമാണത്തിൽ ആത്മാവും ജീവനുമില്ല, അത് കൊല്ലുന്ന പ്രമാണം, ഇരുട്ടിന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണം. സംശയമുള്ളവർ 2 കൊരിന്ത്യർ 3-ാം അധ്യായം വായിച്ച് പഠിച്ചോളൂ. ഇപ്പൊ പറയാൻ സമയമില്ല, എപ്പോഴും പറയുന്നുണ്ട്. നോട്ട് ചെയ്തിട്ട് മതി. കൊല്ലുന്ന പ്രമാണം, മരണത്തിന്റെ പ്രമാണം. പൗലോസ് ഒരു യഹൂദനായിരുന്നു. പൗലോസ് അതിനെ കുറിച്ച് പറയുന്ന ഭാഗം എനിക്കൊന്ന് വായിക്കണമെന്നൊരു പ്രേരണയുണ്ട്. റോമർ 9:1 മുതൽ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് പോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട്. എന്നെന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിലാ സാക്ഷിയായിരിക്കും. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രയേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനിച്ചത്. അവൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും ദൈവവും സ്വതന്ത്രം ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ഇസ്രയേലിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ജാതികളാണ്, നമ്മൾ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നടന്നവരാ. എഫേസ്യർ 2 സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോ സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളും പ്രമാണങ്ങളും ആരാധനകളും പൗരോഹിത്യവും എല്ലാം യഹൂദനാ. നമുക്കിതൊന്നുമില്ല. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നമുക്ക് എന്താ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടിയും കൂടിയാണ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ നമ്മളിൽ മരിച്ചു കിടന്ന ആത്മാവ് ജീവൻ പ്രാപിച്ചു. അതാ പറഞ്ഞ പൗലോസ് പറഞ്ഞ, ക്രിസ്തുവിനോട് കൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോട് ഉയർപ്പിച്ചു, ക്രിസ്തുവിനോട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. അങ്ങനെയാണ് നമ്മുടെ രക്ഷയുടെ രീതി കിടക്കുന്നത്. നമ്മൾ സാത്താന്റെ സന്തതികളായിരുന്നു ശരിക്കും. കർത്താവ് രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തു. അതാണ് എഫേസ്യർ 2 പറയുന്നത്. വീണ്ടെടുത്തു, ദത്തെടുത്തു, തെരഞ്ഞെടുത്തു, പേർ ചൊല്ലി വിളിച്ചു എന്നൊക്കെ പറയുന്നതാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ നിറച്ചു. അതൊക്കെ ഇപ്പൊ നഷ്ടപ്പെടുത്തി കുളമാക്കി ഭൗതിക അനുഗ്രഹങ്ങളുടെ പിറകെ സഭ ഓടിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമ സഭയാണെന്നുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ സന്ദേശം കേൾക്കുന്നതിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. പെട്ടെന്ന് വേറെ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ശ്രീമാനായ തിയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. അപ്പോ വചനത്തിന്റെ ശുശ്രൂഷകന്മാർ ആദിമ അപ്പോസ്തലന്മാരാണ്. അവരാണ് നമ്മെ വചനം ഭരമേൽപ്പിച്ചത്. പ്രവൃത്തി 1:1. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. പുതിയ നിയമസഭയുടെ കൽപ്പന അതാണ്. 1 കൊരിന്ത്യർ 14:37. നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. എത്ര മനോഹരമായ നിലയിൽ എഴുതി വെച്ചിരിക്കുക. പത്രോസിന്റെ 2-ാം ലേഖനം നമുക്ക് എടുക്കാം. ഇതൊക്കെ എണ്ണപ്പെട്ട വാക്യങ്ങളാ. അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പനകളും. 2 പത്രോസ് 1:2 വാക്യം ഓർത്തുകൊള്ളണം. കൽപ്പന അനുസരിക്കാനും പഴയ നിയമ പ്രവാചകന്മാർ വന്നത് ഇടയ്ക്ക് ഓർത്തോണം. പഴയ നിയമം നിഴലാണെന്ന് ഓർത്തോണം, പുതിയ നിയമം പൊരുളാണെന്ന് ഓർത്തോണം. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ലൈറ്റ്സ് അടിച്ചിട്ട് എന്റെ നിഴലിതേ ഇവിടെ പറയുക. അപ്പൊ ഒരാൾ അവിടെ വന്ന് പറയാ, പാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ടാകും, ചുമരിൽ കയറി ഇരിക്കുക. സഹോദര, ചുമരിൽ എന്റെ നിഴലാവുന്നത്. ഞാനിവിടെ ഇരിക്കുക ആക്ച്വലി, അല്ലേ? ആ നിഴലിൽ കിടന്ന് തപ്പിട്ട് എന്താ കാര്യം? അത് തന്നെ ഈ പഴയ നിയമത്തിൽ കിടന്ന് തലകുത്തി മറിയുക. പഴയ നിയമം വിഭാവന ചെയ്യുന്ന ഭൗതിക അനുഗ്രഹങ്ങളാണ്. പുതിയ നിയമം വിഭാവന ചെയ്യുന്ന സ്വർഗരാജ്യം, ആത്മീയ അനുഗ്രഹങ്ങൾ.
ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? നീണ്ട് 25 വർഷം നിങ്ങളെപ്പോലെ ഒരു പെന്തക്കോസ്തുകാരനായി ജീവിച്ച ആളാണ് ഞാൻ. പിതാക്കന്മാരിൽ ഉപദേശം കിട്ടിയപ്പോഴാ മാറി ചിന്തിക്കാൻ തുടങ്ങി. അർത്ഥം ദൈവം വചനം ഫലമേൽപ്പിച്ച ദൈവദാസന്മാരുണ്ട്. എല്ലാവരും ദൈവവചനം ഫലമേൽപ്പിക്കത്തില്ല. ഫലമേൽപ്പിച്ചവരിൽ നിന്ന് നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ കിട്ടും. അങ്ങനെ പിന്നെ എല്ലാവർക്കും കൊടുത്താൽ പോരെ? ലോകത്തുള്ള പാസ്റ്റർമാർക്കെല്ലാം ദൈവവചനം വെളിപ്പെടുത്തി കൊടുത്താൽ പോരെ? നോ, ഇല്ല, ഇല്ല. ദൈവം തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർക്കാണ് ഉപദേശം കൊടുത്തത്. ഞാൻ അതിലേക്ക് വരാൻ പോവാ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നു. ശ്രദ്ധിക്കണേ. അതെ, എല്ലാം വായിക്കാൻ സമയമില്ല. 2-ാം വാക്യം. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാനിപ്പോ ഇടതടയില്ലാതെ ഒരു 3-4 മാസം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പാസ്റ്ററെല്ലാം മറന്നുപോയിട്ട് പിന്നെ മറന്നുപോയതല്ല. ഇത് നിങ്ങളുടെ തലവണ്ടയിലേക്ക് കയറാൻ വേണ്ടി തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് പലവരും വായിച്ച് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിലേക്ക് ഇത് കയറും. അപ്പൊ ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് വചന ഹൃദയത്തിലെ ഉറയ്ക്കും. പിന്നെ ആരും നിങ്ങളെ തെറ്റിച്ച് കളയത്തില്ല. അതിനാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. 8-ാം വാക്യം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. എല്ലാം വായിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ അവസാന അധ്യായം വരെ നിങ്ങളെല്ലാവരും വായിച്ചു പഠിച്ചോണം. അടുത്ത് 14-ാം വാക്യം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. 8-ൽ പറഞ്ഞു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. 14-ൽ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ആദ്യം അപ്പോസ്തലന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ അവർക്ക് ഉപദേശം കൊടുത്തിരിക്കുക. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുക. അവരിൽ നിന്ന് പഠിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം. 20-ാം വാക്യം. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. 16-ാം വാക്യം പഠിക്കുമ്പോൾ ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. 18 നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവ് അയച്ചവരാണ്, അല്ലെങ്കിൽ പുത്രനും പിതാവും അയച്ചവരാണ് ആര്? ആദ്യം അപ്പോസ്തലൻ. പിതാവാണ് പിതാവിന്റെ വചനമായി യേശുവിന് കൊടുത്തത്. യേശുവാണ് ആ വചനം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. മർക്കോസ് 9-ന്റെ 7. ലൂക്കോസ് 10-16 നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ അയച്ചവനെ തള്ളുന്നു. മത്തായി 10:40 നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോസ്തലന്മാരെ കൈക്കൊണ്ട ക്രിസ്തുവിനെ കൈക്കൊള്ളുക. ക്രിസ്തുവിനെ കൈക്കൊണ്ട പിതാവിനെ കൈക്കൊള്ളുക. അപ്പോസ്തലന്മാരെ തള്ളിക്കളഞ്ഞാൽ ക്രിസ്തുവിനെ തള്ളിക്കളയുക. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ പിതാവിനെ തള്ളിക്കളയുക. പിന്നെ അവൻ നിരീശ്വരവാദിയാണ്. അവൻ കോവൂർ കുടുംബത്തിൽ പറഞ്ഞവനാണ്. അവന് സ്വർഗരാജ്യം ഉണ്ടെന്നാണ് ഈ പറയണേ. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇനി 16-ാം അധ്യായത്തിൽ ഒരു ശ്രദ്ധേയമായ പഠനമുണ്ട്. ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറയാതെ വിട്ടത് നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ ഇങ്ങനെ പഠിക്കാം. കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈസിക്കൽ ടു പുതിയ നിയമം അപ്പോസ്തലോപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം, 10 വചനം 10 ഉപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ആ നിലയിൽ നമുക്ക് പഠിക്കാം. 14:25 ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കണ്ടോ,
പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങളെ ഉപദേശിച്ചു തരും. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് നിങ്ങൾ മറന്നുപോയി, അത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന മഹത്തരമായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവൻ വന്ന സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നടക്കുന്ന സംഭവം, പാപബോധം മനുഷ്യനുണ്ടാകും. ഇന്ന് പാപബോധം മനുഷ്യനില്ല. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നുണ്ട്, പാപബോധമില്ല. അത് പരിശുദ്ധാത്മാവല്ല, അത് മറ്റൊരു ദുരാത്മാവാണ്. മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം ഇല്ലേ? അത് വ്യാപിച്ചു കിടക്കുകയാണ്. ദൈവജനം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയുന്നു, ആദിമ അപ്പോസ്തലന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായവർ തന്ന ഉപദേശം. അതിനാണ് 2 Thessalonians 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് 1 തീമോഥെയോസിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ഏതായി സാക്ഷാലുള്ള ജീവൻ? ആ ഏതായി നിത്യജീവൻ? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ. പ്രമാണത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് നിത്യതയിൽ പോകാം. മരിച്ചു കഴിയുമ്പോൾ പറയും ബെയൂല ദേശത്ത് പോയി, നിത്യതയിൽ പോയി, സ്വർഗത്ത് പോയി, കർത്താവിൽ നിത്യത പ്രാപിച്ചതൊക്കെ പറയും. എന്റെ പൊന്നെ, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ എപ്പോഴും തറപ്പിച്ച് പറയുന്ന കാര്യം, സ്വർഗത്ത് പോകുന്ന കാര്യം നമ്മൾ ചിന്തിക്കാൻ നടക്കുന്ന കാര്യമല്ല. അത് ബുദ്ധിമുട്ടുള്ളതാണ്, അത് ഇടുക്കമുള്ള വഴിയാണ്, അത് കഷ്ടതകൾ നിറഞ്ഞതാണ്, അത് മുള്ളുകൾ നിറഞ്ഞതാണ്, അത് ഭാരപ്രയാസം നിറഞ്ഞതാണ്, അത് പീഡകൾ നിറഞ്ഞതാണ്, അത് അസ്വസ്ഥതകൾ നിറഞ്ഞതാണ്. എന്നാൽ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നവന് ഈ വിഷയത്തിലൊന്നും ഒരു വിഷയമല്ല. എന്ത് വന്നാലും കർത്താവ് അറിയാതെ ഒന്നും വരത്തില്ല. പത്രോസിന്റെ തലവെട്ടിയെടുക്കാനേ, പൗലൂസിന്റെ തലവെട്ടിയെടുക്കാനോ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ രക്തസാക്ഷിത്വം വരിച്ച് അവരെ കൊന്നുകളയാനോ ശത്രുക്കൾക്ക് കഴിഞ്ഞുള്ളൂ. അവിടെ ആത്മാവിനെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. മനസ്സിലായോ? അവിടെ ആത്മാവ് മരിച്ച ആ സമയത്ത് തന്നെ വിശ്രാമ സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദേഹത്തെ കൊല്ലാൻ കഴിയുന്നവരെ ഭയപ്പെടണ്ട, ദേഹത്തെ ദഹിക്കാൻ കൊല്ലാൻ കഴിയുന്നവരെ ഭയപ്പെട്ടാൽ മതി. ഈ ലോകത്തിലെ ഒരു RSSകാരോ, ഒരു BJPക്കാരനോ, ഒരു വിശുദ്ധ പരിശുദ്ധാനും, ഒരു ശിവസേനക്കാരനോ, ഒരു മുസ്ലിം തീവ്രവാദിയെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങേറ്റം തന്നാൽ നമ്മുടെ ജീവൻ എടുക്കുവരെ. ആത്മാവിനെ തൊടാൻ അവർക്ക് അവകാശമില്ല. ഒരു ജീവൻ എടുക്കണമെങ്കിൽ തന്നെ ദൈവം അനുവദിക്കാൻ നടക്കുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് നമ്മൾ ചെവി കൊടുക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വിഷയം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടോ? വചനം അവരെ ഫലമേൽപ്പിച്ചു എന്നുള്ളത്. ഞാനത് പെട്ടെന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:17 മുതൽ, ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാവുന്ന പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ നിരപ്പിന്റെ വചനം, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നു എന്ന് 2 കൊരിന്ത്യർ 5:18. 19 നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ. അപ്പൊ ഈ നിരപ്പിന്റെ വചനം ആരുടെ പക്കലാ? നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക്, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾ. മറ്റാർക്കും ഇല്ലേ? ഇല്ലെന്ന്. മറ്റാർക്കും ഇല്ലെന്ന്. ബൈബിൾ കോളേജിൽ പോയി ഏതൊക്കെ ഡിഗ്രി എടുത്താലും നിങ്ങൾക്ക് ഈ വചനം കിട്ടത്തില്ല. കർത്താവ് വചനം തരാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ 5 വർഷം ബൈബിൾ കോളേജ് ചവിട്ടി തുഴിച്ചവൻ, എനിക്കറിയാം. ബൈബിൾ കോളേജിലെ പഠനം എനിക്കറിയാം. ഞാനതിനെ ആക്ഷേപിക്കുന്നില്ല, കുറഞ്ഞായിട്ട് കാണുന്നില്ല. തെക്കും വടക്കും അറിയാവുന്നവരൊക്കെ പോയി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു തന്നെ ആകണം. വചനം കർത്താവ് തരുന്നത്. നിങ്ങൾക്ക് കർത്താവ് വചനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നാലേ വലത്തില്ല. ഞാൻ കർത്താവ് വചനം തന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പായി നിങ്ങളിൽ നിന്ന് ചില പ്രസ്താവനകൾ കേട്ടപ്പോൾ. എല്ലാവർക്കും ഇല്ല ഈ വചനം.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ മൊഴികൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം തിന്നാനും രോഗശാന്തിക്കും ഭൂതശാന്തിത്തിനും പുറകെ പോയ ഒരു വലിയ കൂട്ടം ജനം യേശുവിന്റെ പുറകെ പോയി. അഞ്ചപ്പത്തെ മുറിച്ച് വാഴ്ത്തി നുറുക്കി കൊടുത്ത് തിന്നിട്ട് പിറ്റേ ദിവസം കിട്ടുമെന്നും പറഞ്ഞ് പിന്നെയും വന്ന്, റബ്ബി നീ എവിടെയായിരുന്നു? ആ ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, ആ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രയും നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. എന്നിട്ട് കർത്താവ് ഒരു വാക്യം പറഞ്ഞു. ആ വാക്യം അറിയാമോ? അതല്ല, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പറഞ്ഞു. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കർത്താവ് അവിടെ കുറച്ച് ഉപദേശം അവിടെ പറയാൻ തുടങ്ങിയപ്പോ ഈ അപ്പം തിന്നവനും കുഴിയെണ്ണിയവനും എല്ലാം തലം വിട്ടു. രണ്ടാം വഴി ഓടി, എല്ലാവരും പോയി. ഒരു ചെറിയ ഗ്രൂപ്പ് അവിടെ നിൽപ്പുണ്ട്. അതാണ് 12 പേര്. പത്രോസിന് കർത്താവ് കൊടുത്ത മാന്യത അതാണ്. അപ്പം തിന്ന് കുഴിയെണ്ണിയവനും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള നിത്യസമ്പത്തേശുവേ. മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറിയ തോതിൽ ഒരു 2 ക്ലിപ്പ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്തതാണ്. നിത്യജീവന്റെ മൊഴികളാണ് അപ്പോസ്തലന്മാർ നമുക്ക് തരുന്നത്. അത് വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം, വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം, ലേഖനങ്ങളിലൂടെ തന്ന റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. എന്നാൽ വെളിപ്പാട് 1, 2, 3 അധ്യായങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഇതെല്ലാം വായിച്ചു പഠിച്ച്, പുതിയ നിയമം വായിച്ചു പഠിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം, പഴയ നിയമത്തിന് ഞാൻ എതിരല്ല. പഴയ നിയമം ഒരു ജനതയ്ക്ക് കൊടുത്ത ശക്തമായ പ്രമാണമാണ്. അത് അവരനുസരിച്ചില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ബുദ്ധിപദേശമായിട്ട് നമുക്ക് പ്രസംഗിക്കാനാണ് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം പൗലോസ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം വിട്ടിട്ട് ചക്കും ചുക്കും അറിഞ്ഞുകൂടാത്തവരെ പോലെ നമുക്ക് തോന്നിയ പോലെയൊക്കെ ആരാധന, പ്രാർത്ഥന, കൂട്ടായ്മ എന്നൊക്കെ നടത്തി കഴിഞ്ഞാൽ അവസാനം നരകക്കുഴിയിൽ പോയി കിടന്ന് അഴിയേണ്ടി വരും. ആ വേദന കൊണ്ടാണ് ഞാനിത് പറഞ്ഞു വെക്കുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.